കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, വീണ്ടും ഒരു പ്രാവശ്യം ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുമായി സന്ധിക്കാൻ സാധിച്ചാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധ പുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സങ്കീർത്തനങ്ങൾ. സങ്കീർത്തനങ്ങൾ എന്ന് പറയുമ്പോഴേ നമ്മുടെ ഹൃദയം സന്തോഷം കൊണ്ട്, ആനന്ദം കൊണ്ട് നമ്മൾ നിറയും. കാര്യം സങ്കീർത്തനങ്ങളാണ്, പ്രാർത്ഥനകളാണ്, ദൈവത്തോടുള്ള അപേക്ഷകളാണ്. നമ്മൾ എങ്ങനെയാണ് കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടത്, എങ്ങനെയാണ് നാം നമ്മളെ തന്നെ കർത്താവിൻ്റെ മുമ്പിൽ പ്രൊജക്റ്റ് ചെയ്യുന്നത്, സമർപ്പിക്കേണ്ടതെന്നൊക്കെ നമ്മൾ സങ്കീർത്തനത്തിൽ കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദൈവത്തിൻ്റെ അഭിഷിക്തർ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുത്ത മക്കൾ എങ്ങനെയാണ് അവർ തന്നെത്താൻ കർത്താവിൻ്റെ മുമ്പിൽ നിന്നതും, അവരെങ്ങനെയാണ് തന്നെത്താൻ സമർപ്പിച്ചത്, അവർ തന്നെത്താൻ നിഷ്കളങ്കതയോടും വിശുദ്ധിയോടും തന്നെത്താൻ കർത്താവിൻ്റെ മുമ്പിൽ അവർ ഒന്നും മറച്ചു വെക്കാതെ കർത്താവിൻ്റെ മുമ്പിൽ നിന്നതെങ്ങനെയാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് സങ്കീർത്തനങ്ങളിലൂടെയാണ്. സങ്കീർത്തനങ്ങൾ 150 സങ്കീർത്തനങ്ങളാണ് നമുക്ക് ആദ്യത്തിൽ കിട്ടുന്നത്. അതിൽ 150 സങ്കീർത്തനങ്ങൾ, 51 സങ്കീർത്തനങ്ങളും ആരാണ് എഴുതിയതെന്ന് നമുക്കറിയില്ല. അനോണിമസ് എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. അതിൽ മുഖ്യഭാഗം വച്ചിരിക്കുന്നത് ദാവീദാണ്. ദാവീദ് 73 സങ്കീർത്തനങ്ങളാണ് ദാവീദ് എഴുതിയിരിക്കുന്നത്. 73 സങ്കീർത്തനങ്ങൾ. അതിനുശേഷം ദാവീദിൻ്റെ കൊട്ടാരത്തിലെ സംഗീതജ്ഞനായ ആസാഫ് എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹമാണ് 12 സങ്കീർത്തനങ്ങൾ എഴുതിയിരിക്കുന്നത്. 12 സങ്കീർത്തനങ്ങൾ. അത് കഴിഞ്ഞിരിക്കുന്നത് കോരഹ് പുത്രന്മാരുടെ 9 സങ്കീർത്തനങ്ങൾ. കോരഹ് ദൈവത്തിൻ്റെ വചനത്തെയും എതിർക്കുകയും അതിന് വേണ്ടി ദൈവത്തിൻ്റെ വചനത്തെ എതിർക്കുകയും അതിൻ്റെ എതിരായിട്ട് നിന്നൊരു വ്യക്തിയായിരുന്നു കോരഹ്. എന്നാൽ കോരഹിൻ്റെ പുത്രന്മാരോ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരും ദൈവത്തിൻ്റെ വചനങ്ങളെ പഠിക്കുവാനും അറിയുവാനും അവർ കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനമുണ്ട്. മാൻ നീർ തേടുന്നത് പോലെ എൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ സ്നേഹത്തെ അന്വേഷിച്ചു വിടുന്നു. എത്ര ഹൃദ്യമായ ഒരു സങ്കീർത്തനമാണ്. മാൻ നീർ തേടുന്നത് പോലെ അത്ര കൃത്യമായ സങ്കീർത്തനങ്ങൾ എഴുതിയ വ്യക്തിയാണ് കോരഹപുത്രന്മാർ. അപ്പൻ്റെ ഒരു ഗുണങ്ങളും ഇല്ലാതെ ദൈവത്തിൽ സമർപ്പിക്കുന്ന കോരഹപുത്രന്മാർ എന്നെഴുതിയിരിക്കുന്നത്. പിന്നെ സലോമോൻ 2 സങ്കീർത്തനങ്ങൾ എഴുതിയിരിക്കുന്നു. മോശ ഒരു സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ മോശയുടെ 4ാമത്തെ പുസ്തകം, അതായത് മോശ ഒരു സങ്കീർത്തനം എന്നേ ദൈവത്തിൻ്റെ ബൈബിൾ വിദഗ്ധയും പറയുന്നു. പക്ഷേ 90ാം സങ്കീർത്തനമാണ് മോശ എഴുതിയത്. ആ മോശയുടെ തുടർച്ചയായിട്ട് വരുന്നതാണ് 91ാം സങ്കീർത്തനം. അതുകൊണ്ട് ചിലർ പറയുന്നിരിക്കുന്നത് 91ാം സങ്കീർത്തനവും മോശയാണ് എഴുതിയിരുന്നത്. പക്ഷേ 91ാം സങ്കീർത്തനം മോശയാണ് എഴുതിയെന്ന് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. കാര്യം മോശയുടെയും ദാവീദിൻ്റെയും ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ആ സങ്കീർത്തനത്തിൽ ഏറ്റവും യോജിച്ചതായ ഒരു സിറ്റുവേഷനുള്ളത്, ഒരു സാഹചര്യമുള്ളത് ദാവീദിൻ്റെ ജീവിതത്തിലാണ്. ദാവീദിൻ്റെ ജീവിതത്തിലെ അനുഭവപാഠങ്ങളും സംരംഭങ്ങളും അവൻ്റെ കാര്യം. ദാവീദിൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു. എന്നാൽ മോശയുടെ ജീവിതം അങ്ങനെയല്ലായിരുന്നു. മോശ ചെറുപ്പത്തിൽ തന്നെ അന്ന് ഫറവോൻ്റെ കൊട്ടാരത്തിൽ ഫറവോൻ്റെ പ്രശസ്തമായ പ്രഖ്യാപനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഫറവോൻ എങ്ങനെയെങ്കിലും ഈ ബ്രായരെ നശിപ്പിക്കണം, ഇല്ലാതാക്കണമെന്നല്ല, അവരെ ശോഷിപ്പിക്കണം. അവരത്ര വളരാൻ പാടില്ല. അവർ ജോലി ചെയ്യണം, അവരിലൂടെ ഞങ്ങൾക്ക് വളരണം. പക്ഷെ അത്ര സമ്പന്നന്മാരും അത്ര ശക്തിമാന്മാരും അത്ര വലിയവരാകാൻ പാടില്ല. അത്രയേ ഉള്ളായിരുന്നു ഫാറോൻ്റെ ഒരു ആശയം. അതുകൊണ്ട് ഫാറോ എന്താ ചെയ്ത് അവരെ കഠിനധ്വാനത്തിന് വേണ്ടി റാംസസ് ആൻഡ് പീഫോം എന്ന് പറഞ്ഞു പോയ പകുതി മന്ദിരങ്ങളും കോട്ടകൊത്തങ്ങളൊക്കെ പണിയാൻ പീഫോം ആൻഡ് റാംസിസ് എന്ന് പറയുന്നത്. അതിൽ കഠിനമായ വേലയുടെ സമ്മർദ്ദം കൊണ്ട് അവർ തളരും, അവർ കുറച്ചൊക്കെ ശോഷിക്കും എന്നൊക്കെയായിരുന്നു വിചാരം. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടായില്ല. പിന്നെയും അവരുടെ ജനങ്ങളും അവരുടെ ജനസംഖ്യയും അതീവമായി വളരുന്നതുകൊണ്ട് പിന്നീട് ഫാറോ ഒരു പ്ലാൻ ചെയ്തു. അതായത് പൂവ ആൻഡ് സിപ്ര ആൻഡ് പൂവ എന്ന് പറഞ്ഞ സൂതികർമ്മികൾ ഏർപ്പെടുത്തി. അതായത് പ്രസവിക്കാൻ സമയമായ ബ്രായസ്ത്രീകൾ പ്രസവ സമയത്ത് ഇവർ ചെല്ലുന്നു, അവരെ നിഗൂഢമായി അവരറിയാതെ അവരുടെ ആൺകുട്ടികളാണ് അവരുടെ കഴുത്ത് തിരിച്ച് കൊല്ലണം എന്നുള്ളതായ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടാണ് ഈ ഫാറോ ഇവരെ അയച്ചിരിക്കുന്നത്. പക്ഷേ അത് കൊടുത്തിട്ട് ഒരു പ്രയോജനമില്ല. അതും എന്നിട്ടും അവരുടെ സംഖ്യയ്ക്ക് ഒരു കുറവും വരുന്നില്ല. അവർ നന്നായിട്ടും പുഷ്ടിയുള്ള ദൈവത്തിൻ്റെ ജനതയല്ലേ, അവരെ മനുഷ്യരെ കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതോർക്കുന്നത് മനുഷ്യരുടെ കൈകൾക്കൊന്നും ദൈവത്തിൻ്റെ
ദൈവത്തെ തകർക്കാനോ തളർത്താനോ സാധിക്കുകയില്ല എന്ന് ഫാരോ മനസ്സിലാകാനൊക്കെ വളരെ ഒത്തിരി സമയമെടുത്ത്. ആ സമയത്താണ് ഈ മോശ ജനിക്കുന്നത്. അതായത് ആ സമയം, അതായത് സിപ്ര ആൻഡ് പൂവയുടെ ശ്രമവും പരാജയപ്പെട്ടപ്പോൾ ആൺകുട്ടികളെല്ലാം നൈൽ നദിയിൽ ഇട്ടുകളാണെന്നൊരു പ്രഖ്യാപനം പുറപ്പെടുവിച്ച് ആ സമയത്താണ് ഈ മോശ ജനിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, പുസ്തകങ്ങൾ ബൈബിൾ വായിക്കുന്ന എല്ലാവർക്കും അറിയാം ആ സംഭവങ്ങളൊക്കെ എന്താണ്. പക്ഷേ മോശ വളർന്നത് എവിടെയാണ്? ഫാറോൻ്റെ കൊട്ടാരത്തിലാണ് മോശ വളർന്നത്. സകല സുഖ സൗകര്യങ്ങളോടും സകല സമ്പാദ്യ സകല സുഖ സൗകര്യങ്ങളോടും എല്ലാവിധ സ്ഥാനമാനങ്ങളോടും കൂടിയാണ് മോശ വളർന്നത്. അതൊക്കെ മോശ വളർന്നത്. പിന്നെ മോശ തൻ്റെ രക്തത്തോടുള്ള ആ കൂറും മതിപ്പും തൻ്റെ സ്നേഹവും കൊണ്ട് അങ്ങനെ ഒരു ശത്രുവിനെ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഈജിപ്തുകാരനെ കൊല്ലേണ്ടതായ ഒരു സാഹചര്യം വന്നു. അതുകൊണ്ടാണ് അവിടുന്ന് ഓടിപ്പോകേണ്ട സാഹചര്യം വന്നത്. അല്ല, മോശയ്ക്ക് അവിടുന്ന് ആരും മോശ അവിടുന്ന് ഓടിച്ചു വിട്ടില്ല. മോശ തന്നെത്താനെ പോവുകയാണ്. താൻ പിടിക്കപ്പെടുമല്ലോ, ശിക്ഷിക്കപ്പെടുമല്ലോ എന്നോർത്താണ് മോശ. അതും തൻ്റെ 40-ാമത്തെ വയസ്സിൽ. പിന്നെ തൻ്റെ 40-ാമത്തെ വയസ്സിൽ പിന്നെ പോയി ചേർന്നത് മിതാനിലെ പുരോഹിതനായ യിത്രോയുടെ അവിടെ പോയി. മിതാനിലാണ് പിന്നെ പോയത്. പുരോഹിതനായ യിത്രോവിൻ്റെ മകളെ സിപ്പോറയെ വിവാഹം കഴിച്ച് അവിടെ ഒരു ജീവിതം അവിടെ ജീവിച്ചു. അവിടെ മരുഭൂമിയിലെ ആടുകളെ, യിത്രോവിൻ്റെ ആടുകളെയൊക്കെ നോക്കി അവിടെ ഒരു 40 വർഷക്കാലം അവിടെ ചെലവഴിച്ചു. അവിടെയും ആ സമയങ്ങളിലൊന്നും ദാവീദ് എഴുന്നു വരും. പക്ഷെ ദാവീദോ ഇങ്ങനൊന്നും അല്ലായിരുന്നു. ദാവീദ് തൻ്റെ 16-ാമത്തെ വയസ്സിൽ 17-ാമത്തെ വയസ്സിലോ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. പബ്ലിക്കിലല്ല, ദൈവാഭിഷേകം ചെയ്തു. ശമൂവേലിൻ്റെ കൈയാൽ ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം ശമൂവേൽ ദാവീദിനെ അഭിഷേകം ചെയ്തു. അന്നത്തെ രാജാവായ ശൗലിൻ്റെ പ്രവൃത്തികൾ ഇഷ്ടമല്ലാത്ത യഹോവയായ ദൈവം അവനെ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കളഞ്ഞിട്ട് ദൈവാഭിഷേകം ചെയ്തു. ശമൂവേലിനെ പറഞ്ഞു വിട്ടിട്ട് ശിലോഹാമിൽ വെച്ച് അവനെ തൈലത്തം കൊണ്ട് അഭിഷേകം ചെയ്തു. 16-ാമത്തെ വയസ്സിൽ അഭിഷേകം ചെയ്തു. 17-ാമത്തെ വയസ്സിൽ അഭിഷേകം ചെയ്തിട്ട് പിന്നെ പോകുന്നത് എവിടാണ്? തൻ്റെ അപ്പൻ്റെ ആടുകളെ മേയ്ക്കാൻ വേണ്ടി കാടുകളിലും ഗൃത്തികളിലും പാറക്കെട്ടുകളിലും പോയിരുന്ന് ദൈവത്തിൻ്റെ സ്തുതിസ്തോത്രങ്ങൾ പാടുകയായിരുന്നു. തൻ്റെ കിന്നരവുമായി ദൈവത്തിന് സ്തുതിയും സ്തോത്രം അന്നൊക്കെ എഴുതിയിരിക്കുന്നതായ ആ സങ്കീർത്തനങ്ങളാണ് നമ്മൾ ഇന്ന് ആദരവോടുകൂടി വായിക്കുന്നത്. ദാവീദിൻ്റെ ആ സങ്കീർത്തനങ്ങൾ അത് കഴിഞ്ഞിട്ട് വളരെ താമസിക്കാതെ എൻ്റെ കൊട്ടാരത്തിലേക്ക് തന്നെ പോകാൻ സാധിച്ചിട്ടു. കിന്നര വിദ്വാൻമാരെ ആവശ്യപ്പെട്ടത് കൊട്ടാരത്തിലേക്ക് പോകേണ്ട സാഹചര്യം എന്താണെന്ന് നമുക്കറിയാം. കാര്യം ശൗലിനെ ഒരു അശുദ്ധബാധ ബാധിച്ച് അത് മാറാൻ വേണ്ടി കിന്നര വിദ്വാൻമാരുടെ വായന കൊണ്ട് മാത്രമേ അത് മാറുകയുള്ളൂ എന്ന് മനസ്സിലാക്കി. പിന്നെ ദാവീദിനെയും ആ കൊട്ടാരത്തിൽ അവിടെ ചെല്ലുന്നതും പിന്നെ ഗോലിയാത്ത് വരുന്നതും ഗോലിയാത്തിനെ ഹിംസിക്കും. ഇതെല്ലാം നമുക്ക് ദൈവത്തിൻ്റെ വഴികളെ നമുക്ക് കാണാം. ഇതെല്ലാം ബൈബിളിൽ കാണുന്നത് ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ വഴികളെയാണ് നമ്മൾ കാണുന്നത്. അല്ല, ദാവീദിൻ്റെ വഴിയല്ല, ദൈവത്തിൻ്റെ അഭിഷിക്തർക്ക് ദൈവം ഒരുക്കുന്നതായ വഴിയെക്കുറിച്ചാണ് കാണുന്നത്. ദാവീദിൻ്റെ സങ്കീർത്തനം 91-ാം സങ്കീർത്തനം ആരാണെന്ന് എഴുതുന്നില്ല, അനോണിമസ് എന്നാണ് പറയുന്നത്. പക്ഷേ അത് ദാവീദിൻ്റെ ജീവിതത്തോട് വളരെ സാമ്യമുള്ള ഒരു സങ്കീർത്തനമാണ് 91-ാം സങ്കീർത്തനം. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും അത് തന്നെ അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ അതാരാണ്? അത് ദാവീദ് അങ്ങനെ വഴി ജീവിച്ചൊരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് അത്ര ധൈര്യത്തോടും തന്നെ യഹോവയെ എത്രയെത്ര അപകടങ്ങളിലും ദാവീദിനുണ്ടായതെന്താ? മരണഭയമാണ്. വേറെ ഒരു മരണഭയം. തൻ്റെ ജീവൻ എപ്പോഴാണ് പോകുന്നത്? അവസാനം ദാവീദ് തീരുമാനിച്ചുകൊണ്ട് ഞാൻ ഒരു നാളിൽ ശൗലിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ മരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പാലസ്തീനിലേക്ക് ഓടിപ്പോവുകയാണ് ചെയ്തത്. അത്ര മാനസിക സങ്കടം അനുഭവിച്ച ഒരു വ്യക്തിയായിരുന്നു ആ വ്യക്തി. രാജാവായി കഴിഞ്ഞിട്ട് താൻ തെറ്റ് ചെയ്ത് കുറ്റം ചെയ്ത് കഴിഞ്ഞിട്ടും ദാവീദിൻ്റെ ഒരു ഹൃദ്യമായ ഒരു സങ്കീർത്തനമുണ്ട്, 51-ാം സങ്കീർത്തനം. 51 ആ സങ്കീർത്തനം എഴുതാനുള്ള സാഹചര്യം ദാവീദ് ഒരു വ്യഭിചാരം ചെയ്തു, ഒരു കൊലപാതകം ചെയ്തു, അതൊക്കെ നമുക്കറിയാം. എന്നിട്ട് ദൈവത്തിന് മുൻപിൽ അത് മറച്ചു വെക്കാനോ ഒളിച്ചു വെക്കാനോ ഒന്നുമല്ല ദാവീദ് തീരുമാനിച്ചത്. ദൈവത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് അവൻ്റെ മുമ്പിൽ പൊട്ടിക്കരയാനാണ് ദാവീദ് തീരുമാനിച്ചത്. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കണം എന്നോട് കൃപയുണ്ടാകണമേ, നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. ഒരു മഹാരാജാവ് ദൈവത്തിൻ്റെ മുൻപിൽ പൊട്ടിക്കരയുന്ന ഒരു സാഹചര്യം നമ്മുടെ
ഇത്രമാത്രം നമുക്ക് നമുക്ക് പ്രചോദനം തരുന്ന ഒരു സങ്കീർത്തനമാണത്. ദൈവമേ നിന്നെ ദയിക്കത്തക്കൊണ്ട് എന്നോട് കൃപയുണ്ടാകണമേ. നമ്മൾ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, ദൈവത്തിൻ്റെ ദയ എന്താണെന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ നിന്നെ ദയിക്കത്തക്കൊണ്ട് എന്നോട് പെട്ടുകയാണ്, നിന്റെ കരുണയുടെ ഈ കുറ്റങ്ങളും എല്ലാം ചെയ്തിട്ട് എന്നിട്ട് പിന്നെ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവിനെ ഇതിൽ നിന്ന് എടുക്കുകയും വരുന്നേ കർത്താവേ, നീ എന്നെ ശിക്ഷിച്ചു. ദാവീദിൻ്റെ ജീവിതം നമ്മൾ വായിക്കുമ്പോൾ പിന്നീട് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ദാവീദ്, യഹോവയായ ദൈവം ദാവീദിനെ ശിക്ഷിക്കാൻ വേണ്ടി 3 കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അവസാനം ദാവീദ് തന്നെത്താൻ സമർപ്പിക്കുന്ന ഒരു സാഹചര്യങ്ങളും നമുക്ക് ബൈബിളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. എത്രമാത്രം അത് തന്നെ ദാവീദ് അത് മാത്രമാണോ ചെയ്തത്? ദാവീദ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെയും അതിശയങ്ങളെയും നമുക്ക് 8-ാം സങ്കീർത്തനങ്ങൾ ചോദിക്കുന്നത്. ഈ പ്രകൃതിയുടെ 8-ാം സങ്കീർത്തനം നിങ്ങൾ വായിച്ചത്, നിങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലേക്കും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നീ ആകാശത്തിൽ നിന്റെ തേജസ് വെച്ചിരിക്കുന്നു. നിന്റെ വൈരികൾ നിമിത്തം ശത്രുക്കളെ പകരെ മിണ്ടതാക്കുവാൻ തന്നെ നീ ശിശുക്കളെയും മുല കുടിക്കുന്നതിന്റെ വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ വചനങ്ങളെയെല്ലാം ഉദ്ധരിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. ദാവീദിന്റെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ദാവീദ്, യഹോവയായ ദൈവം ദാവീദിനെ പറയുന്നത് എന്താണ്? എ മാൻ ഓഫ് മൈ ഓൺ ഹാർട്ട്, എൻ്റെ മാനസപുത്രനാണ് ദാവീദ് എന്ന് പറയുന്നുണ്ട്. ഈ സ്ഥാനമാനങ്ങളൊക്കെ എങ്ങനെ അലങ്കരിക്കാൻ സാധിച്ചത്? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദാവീദിന്റെ സങ്കീർത്തനങ്ങളെല്ലാം നമുക്ക് എത്രമാത്രം പ്രചോദനത്തിന്. അത് മാത്രമാണ് ദാവീദിന്റെ 19-ാം സങ്കീർത്തനം പ്രകൃതികളെ ആരാധിക്കുന്നത്. പ്രകൃതിയെ 19-ാം സങ്കീർത്തനം നമുക്ക് നോക്കാം. ആകാശം നിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശം നിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം നിന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. കാര്യം പ്രകൃതിയിൽ നടക്കുന്ന സൃഷ്ടിയുടെ സകലത്തിനെയും ദാവീദ് ഒരു ശാസ്ത്രജ്ഞനോ ഒരു സാധാരണ വിദ്യാഭ്യാസം പോലും ലഭിക്കാത്തൊരു മനുഷ്യനാണ്. പ്രകൃതിയെ നോക്കിയിട്ട് മേൽപോട്ട് നോക്കിയിട്ട് ഈ പ്രപഞ്ചത്തെ നോക്കിയിട്ട് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. ആകാശം നിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം നിന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകലിന് വാക്ക് കൊഴിക്കുന്നു. രാത്രി പകലിന് അറിവ് കൊടുക്കുന്നു. എല്ലാം ഒരു യന്ത്രത്തെ പോലെ. ചില ഓട്ടോമാറ്റിക് മെഷീൻസൊക്കെ സമയത്തിന് അതിന് ഓരോ പ്രവർത്തനം നിങ്ങൾ ചില ഫാക്ടറിയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഒരു സ്ഥലം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ മെഷീൻ വർക്ക് ചെയ്യും. പിന്നെ അതിൻ്റെ പ്രോസസ് കഴിയും. പിന്നെ വേറെ സ്റ്റേജിലേക്ക് വീഴും. ഒരു മനുഷ്യൻ്റെ ഒരു കൈ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം പ്രവർത്തിക്കുന്നത്. ദാവീദ് പറയുന്നതാണ്, വാക്കുകളില്ല, ഭാഷണമില്ല, സകലതും നിന്റെ പ്രവർത്തനത്താൽ എല്ലാം മൗനമായിട്ടും എല്ലാം നടക്കുന്നു. ദാവീദിന്റെ പ്രാർത്ഥനയ്ക്കുന്നതാണ്. ഭൂമിയിൽ എല്ലായിടവും അതിൻ്റെ അളവ് തോലും. പകലിന് വാക്ക് പൊഴിക്കുന്നു. രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. മിഷന്റെ ആണെങ്കിൽ മിഷന്റെ ശബ്ദം കേൾക്കും. ഇത് അതുപോലുമില്ല. പകൽ വരുന്നു, രാത്രി വരുന്നു, കാലവ്യത്യാസം വരുന്നു. ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രകൃതിയെക്കുറിച്ച് ദാവീദിന്റെ ആ വീക്ഷണവും ആ അന്വേഷണവും അതുപോലെ തന്നെയാണ്. ഇത്രമാത്രം അറിവും ഉള്ളൊരു മനുഷ്യൻ. നമുക്ക് നോക്കിയാൽ ദാവീദിന്റെ ഈ അഭേദ്യമായ ദൈവത്തിന്റെ അഭേദ്യമായ സ്നേഹം കൊണ്ട് നമുക്കെന്താണ് മനസ്സിലാക്കേണ്ടത്? നമുക്കെന്താണ് ഈ സങ്കീർത്തനം കൊണ്ടും ഈ ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്? നമ്മെ ഈ സങ്കീർത്തനങ്ങൾ കൊണ്ട് ഒന്നാമത് നമുക്ക് നമ്മെ തന്നെ താഴ്ത്തുവാൻ കഴിയണം. എങ്ങനെയാണ് ഒരു മഹാരാജാവ് താൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സാധിക്കാത്തത്? ആ മഹാരാജാവ് ദൈവത്തിന് മുമ്പിൽ എത്രമാത്രം താഴ്ന്നു നോക്കൂ. ദാവീദിന്റെ ബർശബയിലുണ്ടായ പുത്രൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ദാവീദ് ദൈവത്തിന്റെ ആലയത്തിൽ പോയി തിന്നാതെ കുടിക്കാതെ കുറെ ദിവസങ്ങളോട് അവിടെ കഴിഞ്ഞു. അവസാനം ആ കുട്ടി മരിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ദാവീദ് എഴുന്നേറ്റ് തൻ്റെ ഭക്ഷണം പാനീയം എല്ലാം കഴിച്ച് സന്തോഷമുള്ളവനാ. ഞാൻ ദൈവത്തിന് വഴങ്ങി, ദൈവത്തിന് സമർപ്പിച്ചു കൊടുത്തു. ദൈവം എന്നെ ശിക്ഷിച്ചു. ആ പേജ് അത് കഴിഞ്ഞിട്ട് ആഹാരം കഴിച്ചു ദൈവത്തിൽ ആശ്രയിച്ച്. നമുക്ക് ഒരു ദുഃഖം വന്നാൽ, ഒരു വേദന വന്നാൽ, ഒരു സാഹചര്യം വന്നാൽ നമ്മൾ അതിൽ വീണ് കിടക്കേണ്ടവരല്ല. ദാവീദിന്റെ ആ സങ്കീർത്തനങ്ങളോട് 51-ാം സങ്കീർത്തനോട് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് സാഹചര്യം വന്നു, നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണോ? നിനക്കൊരു ദുഃഖം വന്നു, ഒരു വേദന വന്നു, ഒരു സാഹചര്യം വന്നു, അത് നിന്നെ താഴ്ത്തിക്കളയാനുള്ളതല്ല. നീ പൂർവാധികം ശക്തി കൊണ്ട് ദൈവത്തിന് മുമ്പിൽ ശക്തിപ്പെടുവാനാണ് പതിക്കുന്നത്. അതിനുശേഷം ദാവീദിന് ബർശബായിത്തനുണ്ടായ മകനാണ് ശലോമോൻ. ദാവീദിനേക്കാൾ എത്രയോ അഭിഷിക്തനായ ഒരു പുത്രനാണ് ദൈവം പിന്നീട് ദാവീദിന് കൊടുത്തത്.
നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കണം. നമ്മൾ ആ ദൈവത്തിന് നമ്മളൊരു ശിക്ഷ, ഒരു അപകടം, നമുക്കൊന്ന് എന്തെങ്കിലും ഒരു കോട്ടം വന്നു കഴിഞ്ഞാൽ നമ്മളെ താഴ്ത്തിക്കളയാനല്ല കർത്താവ് നമ്മളെ. പൂർവാധികം ശക്തിയോട് ദൈവത്തിന് മുമ്പിൽ ശക്തിപ്പെടുവാനുള്ള പ്രചോദനം നമ്മൾ കർത്താവിൽ നിന്ന് സ്വീകരിക്കണം. വചനത്തിന് അതിനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തന്നെ താഴ്ത്താൻ കഴിയണം. ഏതാരും എന്തു വ്യക്തി, നിന്റെ സ്ഥാനവും മാനവും, നിനക്കെന്തല്ല, നിനക്ക് അധികാരമുള്ള ചെയറുണ്ടാവും, എല്ലാം ഉണ്ടായിരിക്കാം. പക്ഷേ ദൈവത്തിന് മുമ്പിൽ താഴാൻ നിനക്ക് സാധിച്ചെങ്കിൽ അത് നിന്റെ ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ദൈവത്തിൻ്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കുവാൻ അത് വലിയൊരു സാധ്യത ഉണ്ടാകും. അതുപോലെ പിന്നെ രണ്ടാമത്, നമുക്ക് സങ്കീർത്തനം കൊണ്ട് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാൻ സാധിക്കണം. നമ്മെ തന്നെ വിശുദ്ധിയിലേക്ക് ഉയർത്താൻ നമുക്ക് സാധിക്കും. സങ്കീർത്തനത്തിൻ്റെ മറ്റൊരു ഗുണം അതാണ്. നമുക്ക് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാൻ സാധിക്കും. ഒരു സങ്കീർത്തനം വായിച്ചു അതൊന്ന് മെഡിറ്റേറ്റ് ചെയ്ത് ഒന്ന് പഠിച്ച് ദൈവത്തിന് പോലും ഒന്ന് നിന്ന് അല്പനേരം അവൻ്റെ സ്നേഹത്തെ ഓർത്തൊന്ന് കണ്ണീർ പൊഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കും. നമ്മൾക്ക് നമ്മെ തന്നെ ശുദ്ധീകരിക്കാൻ കഴിയും. നമ്മുടെ കർത്താവ് നമ്മളെക്കുറിച്ച് പറഞ്ഞത്, ഐ സാങ്ക്ടിഫൈഡ് മൈസെൽഫ് ഫോർ ദ സേക്ക് ഓഫ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ തന്നെ ശുദ്ധനായിരിക്കും. നിങ്ങൾക്ക് വേണ്ടി ഐ സാങ്ക്ടിഫൈഡ് മൈസെൽഫ് ഫോർ ദ സേക്ക് ഓഫ് യു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ശുദ്ധീകരിച്ചു. അതുകൊണ്ട് നമുക്ക് ശുദ്ധീകരിക്കേണ്ട ആവശ്യമല്ല. കർത്താവെ, അശുദ്ധനായ എന്നെ ശുദ്ധീകരിക്കാൻ നീ വന്നല്ലോ. അതൊക്കെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു വലിയൊരു കൃപ. അവൻ്റെ കൃപ. കർത്താവ് പറഞ്ഞില്ലേ, ദാവീദ് പുത്ര എന്നാണ് എന്ന് പറയുന്നത്. കർത്താവ് അത്രമാത്രം ദാവീദിൻ്റെ പ്രവർത്തനങ്ങളെയും അവൻ്റെ സമർപ്പണത്തെയും തൻ്റെ ശുദ്ധീകരണത്തെയും പുകഴ്ത്തിക്കൊണ്ടുള്ളതായ സങ്കീർത്തനങ്ങൾ പാടുമ്പോൾ ആ ഫീലിങ്, ആ ചിന്തയിലേക്ക് നമ്മളും ഉയരണം. അതിനാണ് സങ്കീർത്തനത്തിൻ്റെ പ്രധാനപ്പെട്ട നമ്മുടെ പരിശുദ്ധ പുസ്തകത്തിൻ്റെ ഉള്ളിൽ തന്നെ, ഹൃദയത്തിൽ തന്നെ അതിനെ സൂക്ഷിച്ചിരിക്കുന്നത്. രണ്ടാം, ജീവിതപാതയിൽ ഒരു വിളക്കായി നമുക്ക് സങ്കീർത്തനം നമുക്ക് കാണാൻ തന്നെ. ജീവിതപാതയിലെ ഒരു വിളക്കാണ്. നമുക്ക് ഏത് സാഹചര്യത്തിലും നമുക്ക് സങ്കീർത്തനം ചെയ്യാൻ നമ്മൾ ആശ്രയിക്കാം. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ കാര്യം ദൈവത്തിൻ്റെ കൂടെ സഞ്ചരിച്ചിട്ട് നമ്മൾ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ പീഡകളും യാതനകളും വേദനകളും അനുഭവിച്ച് അവർ ദൈവത്തോട് കൈമാറിയ ആ വിചാരങ്ങളാണ് സങ്കീർത്തനങ്ങൾ. അത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പാതയിൽ ഒരു വിളക്കായിട്ട് അത് ശോഭിക്കും. നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതാണ് സങ്കീർത്തൻ്റെ മറ്റൊരു ഗുണം. പിന്നെ എല്ലാറ്റിനും ഉപരിയായിട്ടും വിശ്വാസത്തിൻ്റെ പാതയിൽ ഉറപ്പും ധൈര്യമുള്ളവനായി നിലനിൽക്കാൻ നമുക്ക് സാധിക്കും. സങ്കീർത്തത്തിലെ ഏറ്റവും മഹത്തായ ഭാവമാണ് വിശ്വാസത്തിൻ്റെ പാതയിൽ ഉറപ്പും ധൈര്യമുള്ളവനായിട്ട്. എനിക്കൊരാളുണ്ട് എന്നെ സഹായിക്കാൻ, എനിക്കൊരു വ്യക്തിയുണ്ട് എന്നെ സഹായിക്കാൻ. അവൻ്റെ യഹോവയായ കർത്താവാണ്. അവൻ്റെ പ്രിയപുത്രനായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു അവൻ്റെ പരിശുദ്ധാത്മാവിനെ എനിക്ക് തന്ന്. എപ്പോഴും ദൈവത്തിൻ്റെ ഒരു വ്യക്തി ആദ്യം ആലോചിക്കട്ടെ, ഐ ആം നോട്ട് അലോൺ, ഞാൻ ഒറ്റയ്ക്കല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ കത്തിച്ചൊലിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നതും ഞാൻ പ്രാർത്ഥിക്കുന്നതും. പ്രാർത്ഥനയും ദൈവത്തിൻ്റെ വചനവുമായി നിന്നെ മുമ്പോട്ട് പോവുക. നിന്റെ മുമ്പിൽ ഒന്നും അസാധ്യമല്ല, നിനക്കെല്ലാം സാധ്യമാണ്. നിന്റെ എല്ലാ പ്രോബ്ലങ്ങളും ദൈവത്തിൻ്റെ മുമ്പിൽ നീ താഴുവാനും ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് ഉയർത്തുവാനും ജീവിതപാതയിലെ വിളക്കായിട്ടും എല്ലാത്തിനുപരിയായിട്ട് വിശ്വാസത്തിൻ്റെ പാതയിൽ ഉറപ്പും ധൈര്യമുള്ളവനായിട്ട് മുമ്പോട്ട് പോകുവാനും ദൈവം നിന്നെ സഹായിക്കും. അതിനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മൾ ഓരോരുത്തരെയും ഒരുക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.